ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഒരു ബിടെക് ലൈഫിലെ ഞങ്ങളെ ഫസ്റ്റ് NSS റെസിഡൻഷ്യൽ ക്യാമ്പ്. 2 ദിവസമായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പം അതായത് ഇന്ന് തുടങ്ങി, ഇന്ന് 9 മണിക്ക് തുടങ്ങിയാൽ നാളെ 4 മണി വരെ, വൈകുന്നേരം 4 മണി വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത്. സോ ഞങ്ങൾ രാവിലെ നേരത്തെ എത്തിയാണ്. കോളേജ് ബസ്സാണല്ലോ, അപ്പം ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ട്, കോളേജ് ബസ്സിന് വരുന്ന ആൾക്കാരൊക്കെ. പക്ഷേ ഇനിയും ആൾക്കാർ വരാണ്ട്. ഞങ്ങളുടെ സീനിയേഴ്സാണ് ഞങ്ങൾക്ക് ഈ ഒരു NSS ക്യാമ്പിൻ്റെ ഫുള്ള് മേൽനോട്ടം എന്ന് പറയാം. അവരാണ് ഫുള്ള് നമുക്ക് റെഡിയാക്കി ആക്കി തരിക, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാനും എല്ലാം അവരാണ്. സോ പെട്ടെന്നുണ്ടായ ഒരു ക്യാമ്പാണ് 2 ഡേയ്സിന്. അപ്പം ഇവർ രണ്ടാളും പറഞ്ഞാൽ, അതായത് ഷിഗിം റീഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലേഴ്സാണ്. ഹോസ്റ്റലേഴ്സിൻ്റെ ഒരു ഇത് അറിയാലോ, വൈകിട്ടേ വരുള്ളൂ എന്നുള്ള ആ ഒരു ഇത് നമ്മളായിട്ട് തെറ്റിക്കാറില്ല. ഞങ്ങൾ പോയത്, ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഉള്ളത് കടലുണ്ടി ബേർഡ് സെഞ്ചുറിയിലായിരുന്നു. കടലുണ്ടി ബേർഡ് സെഞ്ചുറി എത്തി. അവിടെ നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ അവിടുത്തെ വെയിൽ കയറ്റം കാരണം നമുക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടുത്തെ വെറുതെ പോയൊരു സ്ഥിതി ആക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ബോട്ട് യാത്ര, അതായത് കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി. ഞങ്ങൾ അവിടെ പോയി. അവിടെ ഒരു സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ചില്ലായിട്ടുള്ളൊരു മനുഷ്യൻ. ഞങ്ങൾ അതേ ഒരു വൈബുള്ള ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇതിങ്ങനെയാ അങ്ങനെയാ എല്ലാം പറഞ്ഞു തന്നു. നമ്മളുടെ കൂടെ എൻജോയ് ചെയ്തു. നമുക്ക് കുറച്ച് ചെറിയൊരു എമർജൻസി കേസസ് ഒക്കെ വന്നു അതിൻ്റെ ഇടയിൽ. പക്ഷെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ചേട്ടനെ കൊണ്ട് ചെയ്ത് കയറാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു തന്നു. നമ്മുടെ കൂടെ ആസ് എ ടീച്ചർ പെരിയസ്വാമി സാറാണ് ഉണ്ടായത്. സാർ ഇതിനെ പറ്റിയിട്ടും സാറിനെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു ഒക്കെ സാറ് പറയുന്നുണ്ട് നമ്മളോട്. സാറും വളരെ ചില്ലായിട്ട് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. സാർ പറയുന്നതാണ് ഇഷ്ടപ്പെട്ട ബോട്ട് യാത്ര. നല്ല ബോട്ട്, നല്ല കുട്ടികൾ. വീഡിയോവാ, ആഡിയോ? സൂപ്പർ ബോട്ടിംഗ്, വെരി നൈസ് ട്രാവൽ, എൻജോയിങ് ഇൻ ദി ഹോട്ട് സൺ. ഇതിൽ ഇടയില ഒരു ഇത് അങ്ങനെ നമ്മുടെ യാത്ര ഒരു എൻഡിലേക്ക് വരികയാണ്. നമ്മളെല്ലായിടത്തും കണ്ടു. എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിച്ചു തന്ന സിദ്ദിഖ് ചേട്ടൻ നമ്മളോട് ഫുള്ള് വൈബായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഫുൾ നല്ല ചില്ലായത് പോന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി അതൊന്നും കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ എല്ലാം നമുക്കൊന്ന് സെറ്റിൽ ഡൗൺ ആക്കി തന്നു. വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾ 2 മണിയായി. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു. നല്ല വെയിലാണല്ലോ അപ്പം നല്ല എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനി വേഗം തന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. എന്താ പറയുക, നമ്മൾ തിരിച്ച് കടലുണ്ടിയൊക്കെ പോയി ബോട്ട് യാത്ര കഴിഞ്ഞ് കണ്ടൽക്കാടൊക്കെ കണ്ട് നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കോളേജിലേക്ക് എത്തിയേക്കാണ് ഗൈസ്. അതെ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അവിടെ നോക്കാൻ കാണാം. അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി. എന്നും നമുക്ക് ഹോസ്റ്റലിൽ ഉണ്ടാവണ പോലെ ചോറ്, സാമ്പാർ, മീൻകറി, പപ്പടം എല്ലാം ഉണ്ട്. നല്ല ഫുഡായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മൂസേൻ സൈഡിൽ നിന്ന് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അതെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഞങ്ങൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഇനി നമുക്ക് സെമിനാർ ഹാളിലേക്ക് പോകണം. അവിടെ നമുക്ക് സീനിയേഴ്സ് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസും കൾച്ചറൽ ഗെയിംസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സാണ് നമ്മൾ കാണുന്നത്. അടി കിട്ടിയിട്ട് ചിരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടോ. ഓരോ കൾച്ചറൽ ആക്ടിവിറ്റിയും കൾച്ചറൽ പ്രോഗ്രാംസും നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. നമ്മൾ എന്നിട്ട് നേരെ ഹോസ്റ്റലിലെത്തി. നമുക്ക് ഹോസ്റ്റലായിരുന്നു, ഗേൾസിന് ഗേൾസ് ഹോസ്റ്റലും ബോയ്സിനും ബോയ്സ് ഹോസ്റ്റലായിരുന്നു അലൗട്ട് ചെയ്തത്. നമ്മളപ്പോൾ ഗേൾസ് ഹോസ്റ്റലിലെത്തി. ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്കിനി നമ്മുടെ ക്യാമ്പ് ഫയറിന് പോകണം. ക്യാമ്പ് ഫയർ ഒരുക്കുന്നത് നമ്മുടെ ബോയ്സ് തന്നെയാണ്. അപ്പോൾ അവരവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ടൊന്ന് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ പോയി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചു, സെറ്റായി. നമ്മളിനി ക്യാമ്പ് ഫയറിന് പോവാണ് ഗായ്സ്. ക്യാമ്പ് ഫയറിന് പോവാണ്. നമുക്കിനി പാട്ടും
ഡാൻസും ഒക്കെ ഇനി അവിടെ ആയിരിക്കും. അപ്പം നമ്മളെ ക്യാമ്പ് ഫയറിന് വെച്ചിരിക്കുന്നത് നമ്മളുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അപ്പം ചെക്കന്മാർ നമ്മുടെ ബോയ്സൊക്കെ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീഹ നമുക്ക് ഫ്ലാഷൊക്കെ അടിച്ച് നമ്മളുടെ മുഖം നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒന്നും കാണാതെ ആരും പോവരുത്. അങ്ങനെ ഞങ്ങൾ ഫുൾ നല്ല അടിപൊളിയായി ക്യാമ്പ് ഫയറൊക്കെ നടത്തി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇനി ഹോസ്റ്റലിലേക്ക് പോവാണ്. ഇനി ഹോസ്റ്റലിൽ വൈബാക്കി. അതാണ് നമ്മുടെ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേ. നമ്മളെല്ലാവരും സെമിനാർ ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഉറക്കം ഒഴിഞ്ഞ് വർത്തമാനം പറയലും മൈലാഞ്ചിടലും എല്ലാതും കൊണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അധികം ഉറങ്ങിയിട്ടില്ല. 1 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയത്. അതിൻ്റെ ക്ഷീണം എല്ലാവരുടെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ കോളേജ് ക്ലീനിങ് ആണ്. നമുക്ക് കോളേജ് ക്ലീൻ ചെയ്യണം. ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് തന്നെ അവർ ഓരോ സ്ഥലങ്ങളിലാണ് വൃത്തിയാക്കുക. ഞാൻ, റിഹ, നെസ്ല ഞങ്ങൾ 3 ആൾക്കാരും ഒരേ ടീമിലായതുകൊണ്ട് തന്നെ നമുക്ക് കുളം വൃത്തിയാക്കാനാണുള്ളത്. അപ്പം ബാക്കി സ്ഥലങ്ങൾ വൃത്തിയാക്കണം, നമുക്കിത് വൃത്തിയാക്കാം. ഞങ്ങളങ്ങനെ അവിടെ എത്തി വൃത്തിയാക്കേണ്ട സ്ഥലം കണ്ടു. ബോയ്സും വന്നു. പക്ഷേ നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോൺ അപ്പോഴേക്കും എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. ഫോൺ എടുത്ത് മാറ്റി വെച്ചു. അപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഒരു സ്ഥലത്ത് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതിന് ശേഷം നമ്മൾ കുറച്ച് പേപ്പർ ബാഗ്സൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ക്യാമ്പായിരുന്നു. 1-2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നല്ലാതെ നല്ലൊരു ക്യാമ്പ് തന്നെയായിരുന്നു. അപ്പം ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറേ അധികം പ്രശ്നങ്ങളും എഡിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളും വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് സപ്പോർട്ട് അസ്. താങ്ക് യു.